dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. Every celebration is meaningless if there is no sweet moments to enjoy. Yes, Christmas is a celebration that touches every heart with a sprinkle of sweetness, sweetness of love, peace, and joy. Now, I request Father Kohli to cut the Christmas cake, which is a symbol of love and sharing. I also request all the dignitaries on the dais to join with him. Good morning. Good morning. Say good morning. One thing, English ആണ് മലയാളം മലയാളം ഓക്കെ. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് നേരുന്നു. എല്ലാം ഒന്ന് കെട്ടടങ്ങി എല്ലാവരോടും ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് അല്ലേ? ഇത്ര കാലം വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടി ഇപ്പോൾ ഇതുപോലൊക്കെ ബഹളം വയ്ക്കാനും ഒന്ന് കൂടി നിൽക്കാനും കൂടെ പഠിക്കുന്നവർ സഹപാഠികളോടൊന്ന് തമാശ പറഞ്ഞ് അല്ലെങ്കിൽ രസിച്ച് മുന്നോട്ട് പോകുവാനും ഒരു അവസരം കിട്ടി. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ക്രിസ്മസ് ആണ് ഇല്ലേ? ക്രിസ്മസിന് എന്ത് സന്ദേശം നൽകാമെന്ന് ചോദിച്ചാൽ അത് ഒന്ന് മാത്രമാണ്. കർത്താവിശ്വമിശിഹാ ഭൂമിയിൽ ജനിച്ചത് എല്ലാവരും ഒന്നാകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. കർത്താവിശ്വമിശിഹായുടെ ഒരു പ്രത്യേകത, അത് നമ്മിൽ ഓരോരുത്തരും ഉണ്ടാകുന്നത് നല്ലതാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ കാണിക്കുന്ന മനസ്സാണ്. ഇന്ന് കർത്താവ് പറയുന്ന ഇന്ന് വചനം കുർബാന പറ്റി വചനത്തിൽ പറയുന്ന കാര്യമാണ്. നിയമം ലംഘിക്കാൻ പ്രയത്നിക്കുകയോ ചെയ്യരുത്. എന്താ പറയുക, മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുന്നവർ സ്വതന്ത്രത്തിൽ വലിയവൻ എന്ന് കണക്കിടാമെന്ന് പറയുന്നത്. നമ്മൾ ചുറ്റും കാണുന്ന നമ്മുടെ പ്രവണത ഇല്ലേ? നന്മ കണ്ടാൽ പലപ്പോഴും വലിയ കാര്യമൊന്നും പറയില്ല. തെറ്റി വന്നു പിന്നെ അവനവരിലൊപ്പം കരുത് വരും ഇല്ലേ? പിന്നെ അവനിലൊക്കെ കുറ്റമില്ല. പിന്നെ പറഞ്ഞു നടക്കും. നന്മ കേട്ടവരോ അവർ ഒരാൾ നന്മ ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ അതിനും കുറ്റം കണ്ടുപിടിക്കുന്നുണ്ടാകും ഇല്ലേ? അപ്പോൾ ആ വലിയ പുണ്യമാണ് ഇല്ലേ? അതല്ല, മറ്റുള്ളവർ നന്മ കാണണമെങ്കിൽ ഗുഡ് എന്ന് പറയാൻ, ഇത് നന്നായി ചെയ്തിരിക്കുന്നു പറയുമ്പോൾ അതിന് മനസ്സുണ്ട്. അത് വളർത്തേണ്ട ഒരു കാര്യമാണ്. അത് ഏതെല്ലാം മേഖല ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങൾ വീട്ടിലായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ നന്മയെ പരിപോഷിപ്പിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയുള്ളൂ. അത് തുടങ്ങേണ്ടത് അപ്പനന്മാരിൽ നിന്നാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്.
എന്താണെന്നറിയാം, നമ്മുടെ അപ്പൻ അമ്മയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്ന നന്മകൾ എന്താണെന്ന് നമ്മൾ കാണാതെ പോകുന്ന ഓരോരാണ് നമ്മൾ ഓരോരുത്തർ, ഇല്ലേ? നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയാണ്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം മേശപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് പഠിക്കുന്ന സൗകര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ പലതും ത്യജിച്ചിട്ടാണ് നിങ്ങളോട് ഇരിക്കുന്നത്, ഇല്ലേ? അപ്പനമ്മയും പഴയത് കാശുണ്ടാക്കുന്നത് വേണമെങ്കിൽ അടിച്ചു കൊടുത്തുകൂടെ? ഒരു വർഷത്തിലേക്ക് ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ടൂറ് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇല്ലേ? പക്ഷെ അത് വേണ്ട. അവർ ചെയ്യുന്നത് എപ്പോഴും സെൻറ്റർ ചെയ്യുന്നത് നിങ്ങളിലാണ്. നിങ്ങളുടെ നല്ലതിന് വേണ്ടി അവർ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയുമ്പോൾ ഒന്ന് പറയാം, അവരോട് നന്ദി പറയരുത് എന്ന് പറയാം. നന്ദി എന്ന വാക്ക് നിങ്ങൾ വാക്കുകൊണ്ട് പറയരുത്, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. കാരണം നിങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും അത് എന്താ പറയുക, അവർ നിങ്ങൾക്ക് ചെയ്ത തന്ന കാര്യങ്ങൾക്ക് അതിനൊരിക്കലും എന്താ പറയുക ഫലമാകില്ല. അത് മാതാപിതാക്കൾ നന്ദി പറയുന്നത് കുറച്ച് നന്ദിയുടെ ജീവിതത്തിൽ കാണിച്ചു വയ്ക്കുക. അത് ഇത്രേ പറയാനുള്ളൂ. കാരണം അധികം പറഞ്ഞപ്പോൾ ഓടെ പിടിക്കില്ല. ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കാണിക്കുന്ന മനസ്സ് അതുണ്ടാകാം. കർത്താവ് അതിനെ ചെയ്തിരിക്കുന്നതും ഈ ക്രിസ്മസ് നല്ല സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമാകട്ടെ. ഈ ഒരു കൂട്ടായ്മ ഐക്യവും ഈ ഒരു സന്തോഷവും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലേക്ക് Thank you, Father. Your short but sweet message was really inspirational and thought-provoking for all of us. Now let me invite our dear principal, Sister Mary, to greet everyone with a sweet message. Dignitaries of the days, Reverend Father Pauline Attokaran, St. Helen's Church, Vicar, Reverend Sister Marilyn Obi, Local Manager, PTA President Mr. Vinod V, Reverend Sisters, Executive Members, Teaching and Non-Teaching Staff, my dear young students. Praise the Lord, as He is a benevolent and omnipresent. Let us start by praising the Lord. In this electronic communication era, greeting cards lost their glow and relevance. But there was a time when greeting cards represented the spirit and holiness of Christmas and much more. I have got a greeting card today. There was a quote written on that. It was called provoking and attractive. It reads like this: if our ultimate aim of life was acquiring knowledge, then God would send a scholar. If our ultimate aim of life was technology, then God would send a scientist. If our ultimate aim of life was wealth, the God would send an economist. But God sent us a Savior, because the ultimate aim of our life is salvation from us. This world is
always urging for protection, guidance, salvation from all the earthly difficulties and pains like financial, social, political and psychological issues. Every day, we wish for freedom from many problems in our life. It is a truth too. While we spend our life flowing in the fast-moving world, Christmas gives us an occasion to rethink and redesign our life. I wish happy Christmas and a prosperous New Year and enjoy your holiday. Let me wind up. Thank you. Thank you, sister, for your sincere wishes. Next, may I invite Mr. Vinod V, the PTA President, to greet the audience on this day of celebration. ആദരണീയനായ ഫാദർ പോളി നോപ്പക്കാരൻ, നമ്മുടെ ലോക്കൽ മാനേജർ സിസ്റ്റർ മെർലിൻ മുപ്പി, പ്രിൻസിപ്പൽ സിസ്റ്റർ ഇനറ്റ്, വൈസ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, പ്രിയ രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികൾ, ഏകദേശം 2 വർഷത്തോളമായി നമ്മളിതിനൊരു ഓഫ്ലൈൻ പരിപാടി നടത്തിയിരുന്നു. നമുക്കറിയാം, കോവിഡ് കാരണമാണ് നമുക്ക് നടത്താൻ കഴിയാതെ പോയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷനോ ഓണം സെലിബ്രേഷനോ ഒരു സെലിബ്രേഷനുകളും അല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് നടത്താൻ കഴിയാതെ പോയി. ഈ വർഷം നമുക്ക് ഇപ്പോഴും പൂർണ്ണതോതിൽ അല്ലെങ്കിൽ കൂടി നമുക്ക് 3 ക്ലാസ്സുകളാണ്, 8, 9, 10, 3 ക്ലാസ്സുകളാണ് നമുക്ക് കൂടിയുള്ളത്. പക്ഷെ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഓഫ്ലൈൻ പരിപാടി നമ്മൾ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ഈ മാസ്കും ഇതൊക്കെ പറ്റിയിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ദീർഘമായ ഒരു ഇതിലേക്ക് നിൽക്കുന്നില്ല, പ്രസംഗത്തിലേക്കൊന്നും നിൽക്കുന്നില്ല. ഫാദർ ക്രിസ്മസിനെ പറ്റിയിട്ട് മലബാർ പ്രിൻസിപ്പാളും സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now, may I invite Sister Merlin Obi for felicitation. PTA President Vinod sir, Principal Sister Inet, പ്രിയ ടീച്ചേഴ്സ്, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ വലിയ പ്രസംഗത്തിനൊന്നും ഒരുക്കിയിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നിരുന്നാലും 25 വർഷം ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച വ്യക്തിയായിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പൾസ് കുറേ എനിക്ക് മനസ്സിലാവും. കാരണം വലിയ പ്രസംഗമൊന്നും വലിയ പ്രതീക്ഷിക്കുന്നില്ലാതെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? ഈ സന്തോഷമായ അവസരത്തിൽ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് കൂടുക, എൻജോയ് ചെയ്യുക, ഇതാണ് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത്. വലിയ മെസ്സേജ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും അതിൻ്റെ നിയമമനുസരിച്ചിട്ട് 2 വാക്ക് നമ്മൾ പറയുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സംഘടനകളിലും ഏതൊരു സ്ഥലത്തേക്ക് നോക്കിയാലും ക്രിസ്മസിൻ്റെ അന്തരീക്ഷം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഏതൊരു കടകളിൽ ചെന്നാലും കാണാം ആ സന്തോഷം. എല്ലാവരുടെയും കണ്ണ് ആ സ്റ്റാറിലേക്കും അവിടെയുള്ള ഡെക്കറേഷൻ സാധനങ്ങളിലേക്കായിരിക്കും തിരിക്കുക.
അല്ലേ? നമുക്കറിയാം, എല്ലാവരും സന്തോഷിക്കുന്ന ഒരു അവസരമാണ് ക്രിസ്മസ് സീസൺ. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം 2 വർഷമായിട്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സ്കൂളുകളിൽ സാധിച്ചില്ല. എന്നാൽ ഈ വർഷം കുറേ പേർക്കെങ്കിലും ഇങ്ങനെ വരാനും ഒത്തുപിടിച്ച് കൂടാനും വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്നാൽ ഇവിടെ അറിയാം, ഈ ഓഡിറ്റോറിയം ക്രിസ്മസ് ദിവസങ്ങളിൽ, ക്രിസ്മസ് ആഘോഷ ദിവസങ്ങളിൽ നമ്മൾക്കറിയാം ഈ ഓഡിറ്റോറിയം ഫുൾ നിറച്ച് കുട്ടികളായിരിക്കും. അതിൻ്റെ ആ ഭാഗം ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അതിന് ഇന്നത്തെ അന്തരീക്ഷം അതാണ്. അപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇതാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് തന്നെയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം. നിങ്ങൾ സമാധാനമായിരിക്കുക, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുക. ഈ സന്ദേശം അവിടെ നമുക്ക് നൽകുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാൻ മാത്രമുള്ളൂ, നിങ്ങൾ സന്തോഷിക്കണം, നന്മയിൽ സന്തോഷിക്കണം, എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കണം, എല്ലാവർക്കും സമാധാനം ആശംസിക്കണം. ഈ സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോൾ മിസ്റ്റർ ഡൊമിനിക്ക് എല്ലാവർക്കും, ഡൊമിനിക്കിൻ്റെ ഒരു നോട്ടയാണ് എല്ലാവർക്കും സമാധാനം ആശംസിക്കുക. അതുകൊണ്ട് നമുക്കൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം എല്ലാവർക്കും സമാധാനം ആശംസിച്ച്, എല്ലാവരെയും സ്നേഹിച്ച്, എപ്പോഴും സന്തോഷിക്കുന്ന നല്ല ഹൃദയത്തിൻ്റെ ഉടമയായി തീരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. For your sincere wishes. Today, we feel very privileged and honored to acknowledge the achievements of our brilliant students who have made both the school and their parents proud. In connection with Holy Rosary Month and Christmas celebrations of 2020-21, KCSL of Grenada Dias conducted a number of competitions for both students and teachers, in which our school bagged many covetable prizes. Let me call upon the stage Reverend Father Colin Attokaran, Vicar of St. Anthony's Church, Velani, to give away the prizes and certificates to all the budding stars of St. Dominic. First of all, let me announce the names of the students who got prizes and Amayoropa competitions held by KCSL in connection with Holy Rosary Month. Aileen Jevalani Karan of Class 7, second prize, UP section. Of Class 8B, consolation prize, UP section. And their teacher here, consolation prize, higher secondary section. Now, KCSL Bible Quiz 2020 prize winners, higher secondary, and Maria Michael, high school section, third prize. She also bagged 2 consolation prizes. Josephine Johnson, high school section, third prize. UP section, Edwin Johnson, 8B, consolation prize. Abel John, LP section, consolation prize. Thank you, Father. Now may I invite Reverend Sister Marilyn Opie to give away the prizes. In KCSL Bible Quiz for teachers, our teacher, Mrs. Joyce Lijomon, bagged a consolation prize. In Christmas quiz competition, high school section, Josephine Johnson won consolation prize.
Sumon, LKGA, has got consolation prize. Thank you, sister. Now may I invite Mr. Vinod V to give away the prizes. Finally, the results of printmaking competitions are here. First prize goes to just number 3, 8th standard. Respected teachers and 2 participants should come to receive the prizes. Second prize goes to just number 2, 10th standard. Third prize goes to just number 1, 9th standard. Congratulations to all the winners. Thank you, sir. Now we are moving on to the most amazing and heartwarming moments of entertainment programs. May I request all the dignitaries to be seated in the front row to capture every thrilling moments of the day. I invite Joe Saju, the head boy, for the formal vote of thanks. A warm, blissful morning to our most valued honorable chief guest, Reverend Father Colin Potokari, the local manager, Sister Merlin Kopi, dear principal, Sister Renat Kopi, teachers, parents, and my dear friends. It's my privilege to propose the vote of thanks and acknowledge my sincere gratitude to Reverend Father Colin Potokari, who worked hard to make this occasion a grand success. I extend a heartfelt thanks to Sister Martina Kopi for her surprise visit to grace this occasion. Thank you. First of all, I would like to thank our chief guest, Father Colin Potokari, vicar of St. Anthony's Church, Malani, who spared time from his busiest schedule to grace this occasion. Father, your thoughts have really enlightened our mind. Thank you. Next, I would like to thank our sister Merlin Kopi, the local manager, whose presence itself a great motivation for all of us. Thank you, sister, for being here with us on the special day of festival. Now, let me thank our dear principal, Sister Renat Kopi,
who is the leading light and real source of inspiration for all of us. Thank you, sister, for your loving wishes. Next, I would also like to thank our PTA President, Mr. Vinod P, for sparing his valuable time for the success of the beautiful event. Thank you, sir. Our Vice Principal, Sister Jancy O.P., was always with us to make the event a grand success. On this occasion, I extend a heartfelt thanks to you, Sister. I'm really grateful and would like to thank our teaching and non-teaching staff for their best work to make this event a grand success. Thank you all. May I extend my heartfelt gratitude to our parents, executive members of PTA and well-wishers for their motivation and encouragement. Last but not least, I would like to thank all the students. Without them, every celebration is meaningless. Once again, I thank you all from the bottom of my heart. Thank you. Thank you, Joe, for your loud words. Now, we are moving to the most amazing and heart-throbbing moments of entertainment programs. May I request all the dignitaries to be seated in the front row to capture every thrilling moment Tonight
Ramoso 3. Tonio Ramoso Italy. Oh, Santa likes to ask you one more question. What are the traditional colors of Christmas? That is indeed the correct answer. Oh, Santa says it's too late and he must go as he has to visit a lot of places. There are only a few short dynamics. Dance is one among them. It gives wings to our mind, flight to our imagination, and charm to our life. The dancing Dominicans are here with their amazing steps to cheer it on. Let's give a big applause.
Thank you, friends, for the mind-blowing performance. I think Christmas is a celebration when everyone wants to dance and enjoy. Then come, let's move our feet with these little angels of kindergarten who are ready to set the stage on fire with a thrilling performance. Dashing through the snow in a one-horse open sleigh. Over fields we go, laughing all the way. Bells on bobtail ring, making spirits high. Father is alive, it's time tonight. Jingle bells, jingle all the way. All of fun is tonight in a one-horse open sleigh. Jingle bells, jingle bells, jingle all the way. All of fun is tonight in a one-horse open sleigh. Now the cloud is white, colors on your gown. Take the glass tonight, take the sleigh song. Get the bobtail bay to Rosie Forest Street, and picture to an open sleigh. Take the lead. Jingle bells, jingle all the way. All of fun is tonight in a one-horse open sleigh. Jingle bells, jingle all the way. All of fun is tonight in a one-horse open sleigh. All of fun is tonight in a ഒച്ചടാ ഉച്ചക്കറിയിനി മോളെ മോളും മോളും Thank you, Liquidities, for a fantastic performance. Dance is the joy of moment and the heart of life. It is the hidden language of the soul. The rocking stars of Great Tent are ready with their amazing steps to add color to this grand fiesta. Let's watch and enjoy.
വിളിക്കാന്ന് വെച്ചാ എവിടെ തൊട്ടാൽ ആക്കളുടെ കയറി പോവാം. ആവശ്യമുള്ളവരൊന്നും കിട്ടത്തുള്ളൂ. ഹലോ ഹലോ, നിങ്ങൾ ആരാ? ഇങ്ങോട്ട് വിളിച്ചായിരുന്നല്ലോ. ഞാനോ? ഒന്ന് പോയേറാവേ. ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. നല്ലൊരു ക്രിസ്മസ് ആയിക്കൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അതിരാവിലെ ഇറച്ചിക്കടയിലോട്ട് വിളിച്ചിട്ട് കോൺഗ്രസ് പറയുന്നു. സോത്തിനായിട്ടുള്ള കത്തിയാ കയ്യിലിരിക്കുന്നത്. പറഞ്ഞേക്കാം. ദൈവമേ, ഇറച്ചിക്കടയോ? അതിപ്പോ വിളിച്ചു. ആ എന്തേലും ആട്ടെ. എന്താ ഈ ശോശാമനെ എന്റെ മനുഷ്യ, നിങ്ങൾ പോയി കിടക്ക്. ഡോക്ടർ പറഞ്ഞതല്ലേ ശരീരം അനങ്ങരുതെന്ന്. എന്നും പറഞ്ഞ് എനിക്ക് അവിടെ പോയി കിടക്കാൻ പറ്റുമോ? അതിനാളുകളുണ്ട് സൂര്യൻ അസ്തമിക്കുന്നവരെ കൈക്കോട്ടെടുത്ത് കിടക്കുന്നവരായിരുന്നു. അതൊക്കെ പണ്ട്. ഇപ്പൊ പ്രായമായി. ഓർമ്മ ഇരിക്കട്ടെ. നമ്മുടെ മോൻ ഇതുവരെ വിളിച്ചില്ലല്ലോ. അവര് തിരക്കായിരിക്കും. പണ്ടൊക്കെ എന്തും വിളിക്കുമായിരുന്നു. പിന്നെ ആഴ്ചയിലൊന്നായി. ഇപ്പോ അതുമില്ല. ഈ ക്രിസ്മസിനെങ്കിലും ഒന്ന് കാണാമെന്ന് കരുതിയത് അവനെയും വേറെ കുട്ടികളെ. അതും കൂടി കണ്ടിട്ട് മരിക്കണമെന്ന ആഗ്രഹം. നിങ്ങളിങ്ങനെ മരിക്കുന്ന കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നോ? നാളെ കഴിഞ്ഞ് ക്രിസ്മസാ. ഇത്രയെങ്കിലും രാത്രി പള്ളിയിൽ പോകണം. പാതിരാ കുർബാന കാണണം. കുറെ കാലമായില്ലേ. വയറ് വിശക്കുന്നു. ഇന്നെന്താ വല്ലതും ഉണ്ടാക്കി കാണുമോ അവള്? അവൾ ഒരുത്തി ഉള്ളത് കൊണ്ടാ ഈ വീട്ടിലൊരു അനക്കമൊക്കെ ഉള്ളത്. അപ്പച്ചാ, ഉള്ളി കഴിച്ചോ? അമ്മേ, ആഹാരമായിട്ട് വെച്ചിട്ടുണ്ടേ. ഞാൻ മുട്ടൊക്കെ അടിച്ചിട്ട് വരാം. നീ കഴിച്ചിട്ട് പോയി ചെയ്താൽ മതി. ഇല്ലമ്മേ, ഇന്നത്തെ ചേട്ടനായിരുന്ന ദിവസമാ. പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ പോകാണേ. എന്തൊക്കെ പറഞ്ഞാലും അവളും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ? സ്വന്തം മാതാപിതാക്കളെ നോക്കുന്നത് പോലെയാണ് അവള് നമ്മളെ നോക്കുന്നത്. അവൾ എനിക്ക് വേലക്കാരിയല്ല, മകളെപ്പോലെയാണ്. വാ, വന്ന് ഭക്ഷണം കഴിക്കും. ആട്ടെ, നിങ്ങളെ പല്ലൊക്കെ തേച്ചോ? ഓ, അതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ക്ലീൻ ആയിക്കോളൂ. ഇതാ പറയുന്നത്. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കും. എന്റെ അടുത്തോട്ടൊന്നും വന്നേക്കരുത്. ഇങ്ങനൊരു മനുഷ്യൻ. വാ, വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ദേ, ഈ പുത്രാട്ടത്തിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവളോട് നോക്കാൻ പറയാം. രാഗിണി മോളെ, ഒന്നിങ്ങ് വന്നേ. എന്താ അമ്മേ, വിളിച്ചായിരുന്നോ? ദേ, ഈ പുത്രാട്ടത്തിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിക്കേ. അതെ അപ്പച്ചാ, ഫ്രണ്ടിയുടെ മെസ്സേജാ. വായിക്കും മോളെ, ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ. അവൻ വരുന്നുണ്ടെന്നായിരിക്കും. അമ്മേ, ചാച്ചാ, ക്ഷമിക്കണം. എനിക്കൊരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്. അവർക്കാണെങ്കിൽ ലീവ് കിട്ടില്ലെന്ന് പറയുന്നു. ഇത്തവണത്തെ ക്രിസ്മസിന് ഞങ്ങൾ വരില്ല. സമയം കിട്ടിയാൽ പിന്നീട് വരാം. ഹാപ്പി ക്രിസ്മസ് എന്ന് ഫ്രണ്ടി. അപ്പോ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും അവര് വരാൻ പറ്റില്ല അല്ലേ? ഇനി എന്റെ അടക്കം കൂടാണെങ്കിലും അവര് വരാൻ നേരം ഉണ്ടാവുമോ? അവൻ പറ്റുന്ന വാക്കുകൾ പറയാതിരിക്കും. അവന് ലീവില്ലാതിരിക്കും. നമ്മളല്ലേ ഇവിടെ വെറുതെ ഇരിക്കുന്നത്. അവന് പിടിപ്പത് പണിയുണ്ടായിരിക്കും. ഒന്നേ ഉള്ളുവെങ്കിലും വാർദ്ധക്യത്തിൽ അടുത്തുണ്ടാവണമെന്ന് കൊതിച്ചത് നമ്മുടെ തെറ്റാണ്. നമ്മുടെ വിധി. അല്ലാതെ എന്ത് പറയാം? കഴിക്കുന്നില്ലേ? വേണ്ട, അതെടുത്ത് ആ നായ്ക്കിട്ട് കൊടുക്ക്. അത് വാലാട്ടിയെങ്കിലും കാണിക്കും. എന്റെ വിശപ്പ് കെട്ടുപോകും.
അപ്പനമ്മമാർക്ക് മക്കളെ കാണാനും മിണ്ടാനും കഴിയുന്നതാ ഏറ്റവും വലിയ സന്തോഷം. അവനില്ലാത്ത ക്രിസ്മസ് ഞങ്ങൾക്ക് ഇരുട്ട. അതുകൊണ്ട് ഇത്തവണ ഈ വീട്ടിൽ ക്രിസ്മസ് ഇല്ല. മോളെ, നീ ആ കെട്ടിവെച്ചേക്കുന്ന നക്ഷത്രം അഴിച്ചു മാറ്റിയിട്ട് അങ്ങനെ ഒരു ക്രിസ്മസ് കൂടിയായി. ഇന്നലെ രാത്രി കുർബാനയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ ഒരുപാട് കരഞ്ഞു. നമ്മുടെ മകനെ ഓർത്തു. ക്രിസ്മസിന് എല്ലാവരും ചിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. മനസ്സിൽ സങ്കടം വന്നാലും അങ്ങ് ചിരിച്ചു കളഞ്ഞേക്കണം. മക്കളില്ലാത്തവർക്കും മക്കൾ കൂടെ ഉണ്ടെങ്കിലും അടുത്തില്ലാത്തവർക്കും ചിരിക്കാൻ വലിയ പാടാണ്. സമ്മാനം കിട്ടിയിട്ടും ഈ മോട്ട് എന്താണ് സന്തോഷമില്ലാത്തത്? അവനില്ലാതെ എന്ത് ക്രിസ്മസ്? ഓരോ അപ്പനമ്മമാരുടെയും ആഗ്രഹം സ്വന്തം മക്കളുടെ ഒപ്പം ക്രിസ്മസ് ആഘോഷിക്കണമെന്ന്. ഇവിടെ പോയാലുണ്ടാവില്ല. ഈ ഒറ്റയ്ക്കായി പോയ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞാനും ചെയ്തതൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിലെ ഏറ്റവും വലിയ സമ്മാനം. അതല്ലേ നിങ്ങളെ തന്നത്? അതല്ല ഇത്. നീ എപ്പോഴും ഇവൻ നമ്മളെ പറ്റിക്കുകയാണോ? കണ്ടോ, നമ്മുടെ മോള് നമ്മളോട് സ്നേഹമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ? അപ്പനും അമ്മയ്ക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം ഇതാണെന്ന് തോന്നി. ഇപ്പൊ സന്തോഷമായില്ലേ? ഇവരാണപ്പ ഞങ്ങളെ അറിയിച്ചത് നിങ്ങൾ വലിയ സങ്കടത്തിലാണ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവരെ വേണ്ടി ഞാനിങ്ങി പോകും. എന്റെ അപ്പനും അമ്മയും ഇല്ലാതെ എന്റെ ക്രിസ്മസ് എങ്ങനെ പൂർണ്ണമാകും? ഇപ്പൊ സന്തോഷമായില്ലേ? രാഗിനി മോളെ, അപ്പന് സന്തോഷമായി. ഇനി ആ നക്ഷത്രം എടുത്തോട് നോക്കിക്കുകയും എല്ലാ മാതാപിതാക്കളുടെയും ക്രിസ്മസ് സ്വന്തം മക്കളോടൊപ്പമായിരിക്കട്ടെ. അവരാണ് ഞങ്ങളുടെ ക്രിസ്മസ് നക്ഷത്രം. Hello, friends. Now our Santa is here back to give you prizes for those who answered as he promised. So all the 4 students who gave the correct answer, please come forward to the stage to receive the prizes. I invite Santa to give away the prizes. A song with the music expresses feelings and thoughts. The wish in the song is above and beyond all words. So let's start music to wish everybody a Merry Christmas.
New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish